നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ നെടുമങ്ങാട് സ്വദേശി ബിനോയ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നതായും പിന്നാലെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗുളികകൾ കഴിപ്പിച്ച് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് ശേഷവും ഇയാൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അത്രേ. ഇതിനു പിന്നാലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ മനം നൊന്താണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. വർക്കലയിലെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയാണ് ബിനോയ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയും തമ്മിൽ 2 വർഷത്തോളം പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ായും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 5 മാസം മുമ്പാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത്. ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടിക്കെതിരെ പ്രചാരണമുണ്ടായി. സംഭവം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതേസമയം മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി ബിനോയിയെ കേസിൽ കുടുക്കിയതാണെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. പീഡനം നടന്നത് പ്രായപൂർത്തിയാകും മുമ്പാണെന്ന് വ്യക്തമായതോടെയാണ് ഇയാൾക്കെതിരെ പോക്സോ ചുമത്തിയത്. അനധികൃതമായി ഗർഭചിത്രം നടത്തിയതിന് 312 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ബിനോയിയെ CJM കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ച സ്ഥലങ്ങളിൽ ബിനോയിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വർക്കലയിലടക്കം പോലീസ് പരിശോധന നടത്തി. പെൺകുട്ടിയുടെ അനുജനിൽ നിന്നും ഞെട്ടിക്കുന്ന മൊഴിയാണ് പോലീസിന് കിട്ടിയത്. ജൂൺ 10-നാണ് പെൺകുട്ടി വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജൂൺ 16-ന് രാത്രി മരിക്കുകയായിരുന്നു. ബിനോയിയുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. ജീവനൊടുക്കുന്നതിന്റെ തലേ ദിവസം അമ്മയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. മുറിയിൽ വാതിലടച്ച് ഇരിക്കുകയായിരുന്നു. തന്റെ മരണത്തിന് ആരുമൊന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടെന്നും മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാൻ, ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല എന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു. കൗൺസിലിംഗിന് വിധേയയായി പെൺകുട്ടി 2 മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു. ബിനോയിയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബന്ധുക്കൾ പറഞ്ഞതിനെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സൈബർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാവുന്ന കമന്റുകൾ കണ്ടെത്തി കഴിഞ്ഞു. സൈബർ ടീം ഈ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടിയുടെയും ബിനോയിയുടെയും ഫോണുകൾ വിശദമായി പരിശോധിക്കും. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പോക്സോ കേസ് എടുക്കുകയും പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പല സുപ്രധാന വിവരങ്ങളും ഇല്ലായിരുന്നു. പെൺകുട്ടിയുടെ മരണശേഷമാണ് പല വിവരങ്ങളും പുറത്തു വന്നത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോയും റീൽസും ഒക്കെ അടുത്തിടെ വരെ സജീവമായിരുന്ന തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശിനിയായ 18-കാരിയുടെ മരണത്തിലെ ദുരൂഹതയാണ് പോലീസ് അന്വേഷിക്കുന്നത്. +2 പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ചൊല്ലി വീട്ടിലുണ്ടായ പ്രശ്നമടക്കം ഒട്ടേറെ കാരണങ്ങളുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ട അധിക്ഷേപവും കാരണമായെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പെൺകുട്ടിയുടെ യൂട്യൂബ് വരുമാനം ആൺസുഹൃത്ത് തട്ടിയെടുത്തുവെന്നും ആരോപണമുണ്ട്. നന്ദി.